Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഒപ്പാംപ് ഇൻ്റഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷ്യേറ്റർ. അപ്പോൾ ഇതുവരെ നമ്മൾ ബേസിക്സ് ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ ഡിസ്കസ് ചെയ്തു. അതേപോലെ അതിൻ്റെ 3 ആപ്ലിക്കേഷൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇൻവേർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആൻഡ് സമ്മിങ് ആംപ്ലിഫയർ. ഓക്കെ, സോ ഇനി ഡിസ്കസ് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഒപ്പാംപ് ഇൻ്റഗ്രേറ്റർ. So op-amp integrator, it is a circuit that performs mathematical integration of the input signal. So നമ്മൾ ഇൻപുട്ട് സിഗ്നൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ഔട്ട്പുട്ട് ആണ് നമുക്ക് ഇതിൽ കിട്ടുക, ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു op-amp is a circuit that perform mathematical operations, addition, subtraction, integration, differentiation. Okay, so integrator is a circuit that performs the mathematical integration of the input signal. Okay, that circuit is known as integrator circuit. Then അവിടെ ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സർക്യൂട്ട് നോക്കാം. ഇറ്റ് ഈസ് എൻ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഇവിടെ നോക്കുക, ആ ഒപ്പാംപ് സർക്യൂട്ടിൽ, ഒപ്പാംപ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഒപ്പാംപ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഈസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുക, ഇൻവേർട്ടിങ്ങിലും അതേപോലെ തന്നെ നോൺ ഇൻവേർട്ടിങ്ങിലും ഒക്കെ നമ്മൾ കണ്ടത് എന്താണ്? ഇൻപുട്ടിൽ ഒരു റെസിസ്റ്റൻസ് ആൻഡ് ആൾസോ 1 ഫീഡ്ബാക്ക് റെസിസ്റ്റർ, അതാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഫീഡ്ബാക്ക് കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഒരു റെസിസ്റ്ററിന് പകരം നമ്മളൊരു കപ്പാസിറ്ററാണ് ഫീഡ്ബാക്ക് കമ്പോണൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, the feedback component is a capacitor instead of a resistor. Now integrator circuit that perform mathematical integration of the input signals. Okay, or integration of the input signal. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒപ്പാംപ് ഇൻ്റഗ്രേറ്ററിൻ്റെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർലി ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ആ റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഞാൻ ആ ഭാഗത്ത് തന്നെ ഫിഗർ 1ൻ്റെ താഴത്തായിട്ട് തന്നെ റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഒപ്പാംപ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ഈസ് ടു പ്രൊഡ്യൂസ് എ റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ്. റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് മീൻസ് വോൾട്ടേജ്, ദാറ്റ് വോൾട്ടേജ് ഈസ് ലീനിയർലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. ഓക്കെ, സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ, അതായത് ഈ ഒരു സർക്യൂട്ടിൽ നമ്മളൊരു സിഗ്നൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. സോ സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് വേവ് ഫോം വിൽ ബി ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ വേവ് ഫോം. ഇൻപുട്ട് സിഗ്നൽ വേവ് ഫോമിൻ്റെ ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുക. ഇൻറ്റഗ്രേറ്റഡ് ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുക, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. ഓക്കെ, when a signal is applied to the input of this circuit, the output signal waveform will be the integration of this ഇൻപുട്ട് സിഗ്നൽ വേവ് ഫോം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഒപ്പാംപ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് അനാലിസിസ് ആണ്. അപ്പോൾ സർക്യൂട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒപ്പാംപ് സർക്യൂട്ടിൻ്റെ ഒരു ഇക്വാലൻറ്റ് സർക്യൂട്ട് ഫിഗർ 2 ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇക്വാലൻറ്റ് സർക്യൂട്ടാണ്, 2 സർക്യൂട്ടും ഒന്ന് തന്നെയാണ്. ഇക്വാലൻറ്റ് സർക്യൂട്ടാണ്, ഒപ്പാംപ് ഇൻ്റഗ്രേറ്ററിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഒപ്പാംപിൻ്റെ കേസിൽ എ എന്നുള്ള പോയിൻറ്റ്, അതായത് നോക്കുക, ഇവിടെ ഇപ്പോൾ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് അറ്റ് ദി ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ഇൻപുട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് ഇതിൻ്റെ കേസിൽ പോയിൻ്റ് എ എന്ന് പറയുന്നത് വിർച്വൽ ഗ്രൗണ്ട് ആയിരിക്കും, അല്ലേ? വിർച്വൽ ഗ്രൗണ്ടാണ്. അപ്പോൾ വിർച്വൽ ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വിർച്വൽ ഗ്രൗണ്ട് ഇക്വാലൻറ്റ് സർക്യൂട്ട് ഓഫ് എൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ വിൽ ബി ലൈക്ക് ഇൻ ദി സെക്കൻഡ് ഫിഗർ. അതിൻ്റെ ആ ഫിഗറാണ് രണ്ടാമത്തെ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിർച്വൽ ഗ്രൗണ്ട് കാരണം, അതേപോലെ തന്നെ നമുക്കറിയാം വൺ ഓഫ് ദി പ്രോപ്പർട്ടി ആണ് ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി ഒപ്പാംപ്. സോ നമുക്കിവിടെ എന്ത് പറയാൻ സാധിക്കും? അതായത് ഈ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടൊക്കെ, ഇൻപുട്ട് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. ഇറ്റ് ഈസ് ഓൾ ഓഫ് ദി ഇൻപുട്ട് കറണ്ട് I,
This is the input current I flowing through the resistor R. It will completely flows through the capacitor C. Okay, നമ്മൾ പറഞ്ഞു ഫീഡ്ബാക്ക് കമ്പോണൻ്റ് ആയിട്ട് ഒരു കപ്പാസിറ്റർ ആണ് വരുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് വിർച്വൽ ഗ്രൗണ്ട് ആൻഡ് ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് ദി ഓപ്പറേഷണൽ ആംപ്ലിഫയർ, all of the input current will pass through the capacitor C. So we can write I equal to IC, because I is the input current and IC is the current through the capacitor. So I equal to IC എന്ന് നമുക്ക് അവിടെ എഴുതാൻ സാധിക്കും. Then what is I equal to VI minus VA by R ആണ് അല്ലേ. So I equal to എന്ത് എഴുതാം, VI by R. Because of virtual ground, the potential at A equal to 0. So VA equal to 0 ആണ്. So I equal to VI by R എന്ന് നമുക്ക് അവിടെ കിട്ടും. അതിന് equation number 1 എന്ന് represent ചെയ്യാം. Then and also the voltage across the capacitor. The voltage across the capacitor is VC, denoted as VC. So VC equal to VA minus V0. The potential at VA is 0. So we can write VC equal to minus V0. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മളിപ്പോൾ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ആണ് അവിടെ കണ്ടത്. ദെൻ current flow through a capacitor. Current flow through a capacitor. Current flow through a capacitor എന്തിന് ഈക്വൽ ആണ്? It is the product of capacitance and the rate of change of voltage. ഇത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. IC equal to C into dV by dt എന്നുള്ളത്. That is the current flow to a capacitor equal to product of the capacitance and the rate of change of voltage. That is IC equal to C dVC. That is here dVC by dt. So we can write it as VI by R. നോക്കുക, രണ്ട് ഇക്വേഷൻസ് നോക്കുക. ഒന്ന് ഐയുടെ ഇക്വേഷൻ ആണ്, ഒന്ന് ഐ സിൻ്റെ ഇക്വേഷൻ ആണ്. I equal to VI by R and IC equal to C dVC by dt. It is the product of capacitance and rate of change of voltage. Rate of change of voltage അല്ലേ. So രണ്ട് ഇക്വേഷനും നമുക്കറിയാം I equal to IC ആണ്. So we can write from 1 and 2 VI by R equal to minus C dV0 by dt. So from this dV0 by dt equal to minus 1 by RC VI. So take it as equation number 3. So we can find the output voltage from this equation 3 by integrating both sides of this equation 3. We get output voltage V0 equal to minus 1 by RC integral 0 to t VI dt. So this equation is represented as equation 4, and this equation shows that the output is the integral of the input with an inversion and a scale multiplier of 1 by RC. 1 by RC is the inverse scale multiplier, and with an inversion എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ അവിടെ. V0 equal to minus 1 by RC integral 0 to t VI dt. അതായത് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലാണ്. സോ V out equal to ഇപ്പോൾ കിട്ടിയിരിക്കുന്നതാണ് minus 1 by RC integral 0 to t VI dt. That is the output is the integral of the input with an inversion and scale multiplier of 1 by RC. So this is all about op-amp integrator. This is a circuit that performs mathematical integration of the input signal. This is called an integrator. And the output voltage is equal to minus 1 by RC integral 0 to t VI dt. Okay. The next one is op-amp differentiator. So like op-amp integrator, differentiator is a circuit that perform differentiation of the input signal. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻപുട്ട് സിഗ്നലിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അല്ലേ. ഇതിൽ ഈ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എന്ത് ചെയ്യുകയാണ്, ഇൻപുട്ട് സിഗ്നലിനെ ഡിഫറൻസിയേഷൻ ദാറ്റ് പെർഫോംസ് ദ ഡിഫറൻസിയേഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽസ്. ഓക്കെ, സോ also we can say that a differentiator produces an output voltage that is proportional to the rate of change of the input voltage. That means differentiation means this output voltage, it is proportional to the rate of change of the input voltage. So the
ഇതിൻ്റെ ഒപ്പാംപ് ഡിഫറൻഷ്യേറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ റെക്റ്റാങ്കുലർ ഔട്ട്പുട്ട് ഫ്രം എ റാമ്പ് ഇൻപുട്ട്. സോ കഴിഞ്ഞ കേസിൽ നമ്മൾ റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഏതിന് കിട്ടുന്നത് പറഞ്ഞു, ഒപ്പാംപ് ഇൻ്റഗ്രേറ്ററിന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ റാമ്പ് വോൾട്ടേജ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന്ന് എന്താ കിട്ടുന്നത്, ഒപ്പാംപ് ഡിഫറൻഷ്യേറ്റർ എന്ന റെക്റ്റാങ്കുലർ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഓക്കെ, it is an important application to produce a rectangular output from a ramp input. So ഇവിടെയും ഫിഗർ 1 എന്താണ് ഒരു ഒപ്പാംപ് ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ആണ് കാണിക്കുന്നത്. അതിൽ അതേ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ കമ്പോണൻസ് ആണ്, ദാറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എൻ ഒപ്പാംപ് ആൻഡ് ഇൻപുട്ട് കപ്പാസിറ്റർ സി ആൻഡ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ സി. ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആർ ട്ടോ, സോറി അവിടെ മാറിപ്പോയതാണ്. അപ്പോൾ ഇവിടെ നോക്കണം, നിങ്ങൾ രണ്ടും കൺഫ്യൂഷൻ ആവരുത്. ഒപ്പാംപ് ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിൽ ഫീഡ്ബാക്ക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ കപ്പാസിറ്റർ. ദെൻ ഹിയർ ഇൻ ദ കേസ് ഓഫ് ഒപ്പാംപ് ഡിഫറൻഷ്യേറ്റർ ദ ഫീഡ്ബാക്ക് എലമെൻറ്റ് ഇസ് എ റെസിസ്റ്റർ. ആൻഡ് ഇൻപുട്ടിലെ കമ്പോണൻ്റ് ഏതാണ്, കപ്പാസിറ്ററാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, സോ ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് കപ്പാസിറ്ററാണ് നമ്മളുടെ ഇൻപുട്ട് എലമെൻറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻ്റഗ്രേറ്ററിൽ എന്തായിരുന്നു, റെസിസ്റ്റർ ഇസ് ദ ഇൻപുട്ട് എലമെൻറ്റ്. ഇനി രണ്ടാമത്തെ ഫിഗറിൽ അവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇക്വാലൻറ്റ് സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒപ്പാമ്പിൻ്റെ കേസിൽ എ എന്നുള്ള പോയിൻ്റ് വിർച്വൽ ഗ്രൗണ്ടാണ്. ദ പോയിൻ്റ് എ ഈസ് അറ്റ് വിർച്വൽ ഗ്രൗണ്ട് ആൻഡ് ആ വിർച്വൽ ഗ്രൗണ്ട് ഇക്വാലൻറ്റ് സർക്യൂട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കാം, നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് വിർച്വൽ ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ഒപ്പാമ്പിനുള്ളത്. സോ നമുക്കറിയാം ഇവിടെ എന്താണ്, ഓൾ ദി ഇൻപുട്ട് കറൻറ്റ് ഐ സി, ഇറ്റ് ഈസ് ബിക്കോസ് ഐ സി ആണ് ഇത് ഇൻപുട്ട് എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഓൾ ഓഫ് ദി ഇൻപുട്ട് കറൻറ്റ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ഓക്കെ, സോ ഐ സി ഈക്വൽ ടു, we can write ഐ സി ഈക്വൽ ടു IR. Because of the virtual ground and infinite input resistance, impedance of the op-amp, all of the input current IC flows through the feedback resistor R. So we can write IC equal to IR. Similarly, we can find out the expression for IC and IR. IR equal to 0 minus V0 by R, that is equal to V0 by R, and VC equal to VI minus VA, that is equal to VA. Because of virtual ground, VA equal to 0, and IC equal to we can write C into dVC by dt, that is equal to എന്തായിട്ട് മാറും, that is C into dVI by dt. So because VC equal to VI, so minus V0 by R equal to C dVI by dt. From this equation we can find out the output voltage V0 equal to RC dVI by dt. So Equation 1 represents the output voltage, that is output is the differentiation of the input with an inversion and a scale multiplier of RC. Okay, with an inversion and a scale multiplier of RC. അതേപോലെ തന്നെ കഴിഞ്ഞതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ആണ്, ഇവിടെ എന്താണ്, ഡിഫറൻസിയേഷൻ ആണ്. ഔട്ട്പുട്ട് ഈസ് ദ ഡിഫറൻസിയേഷൻ ഓഫ് ദി ഇൻപുട്ട് വിത്ത് ആൻ ഇൻവേർഷൻ ആൻഡ് എ സ്കെയിൽ മൾട്ടിപ്ലയർ. ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞ് ഇക്വേഷൻ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ dVi by dt എന്തായാലും മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ കിട്ടുക, 0 ആണ് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് op-amp differentiator. This is a circuit that performs differentiation of the input signal, and output voltage V0 equal to minus RC dVi by dt. This output is the differentiation of the input with an inversion and a scale multiplier of RC. Okay.